ഒക്കെ നമ്മൾ ചെയ്യാൻ പോകുന്നത് തൊഴിൽ വാർത്തകളുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നല്ല ക്വസ്റ്റ്യൻസ് കുറെ ഉണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ലോണം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, എവിടെ നിന്നാണ് രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത് എന്നാണ് ഫസ്റ്റത്തെ ചോദ്യം. ഓക്കെ, ഫസ്റ്റത്തെ ചോദ്യം എന്താണ്? എവിടെ നിന്നാണ് സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നതെന്നാണ്. ഓക്കെ, അപ്പൊ എന്താണ് ഉത്തരം? കൊൽക്കട്ടയിൽ നിന്നാണ്. നമ്മളൊന്ന് ആലോചിച്ച് കഴിഞ്ഞാലും കിട്ടും. കാരണം എന്താണ്? ബംഗാൾ ബേസ് ചെയ്താണ് നമ്മുടെ രാജാറാം മോഹൻ റോയ് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ എവിടെ നിന്നായിരിക്കും? ബംഗാളിലെ ഒരു സ്ഥലത്ത് നിന്നായിരിക്കും അല്ലെ? അപ്പൊ അതുകൊണ്ട് കൊൽക്കത്തയിൽ നിന്നാണ് സംവാദ് കൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നത്. കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി ഒരു കറണ്ട് അഫയർ ക്വസ്റ്റ്യൻ ആണെന്നും കൂടി പറയാം. കാരണം പുതുതായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വകുപ്പാണല്ലോ സഹകരണ വകുപ്പ്. അപ്പോ കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത് ഷാ ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാം. ഇന്ത്യൻ കറൻസികളെ ലാംഗ്വേജ് പാനലിൽ ആദ്യം മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭാഷയിലാണെന്നാണ് അടുത്ത ചോദ്യം. ആസാമീസ് ആണ് കേട്ടോ. കാരണം ലാംഗ്വേജുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആൽഫബറ്റിക് ഓർഡറിലാണ്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം നമുക്ക് നോക്കാം. അതായത് ഈ കറൻസികൾ അച്ചടിക്കുന്നതും കറൻസികളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും ആരാണ്? റിസർവ് ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ റിസർവ് ബാങ്കിന് ഇതിനുള്ള അനുമതികൾ ലഭിച്ചത്, റിസർവ് ബാങ്കിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുള്ള റൈറ്റ് ലഭിച്ചത് എവിടെ നിന്നായിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ഉണ്ടായിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇതിനൊക്കെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഒരു സെക്കൻഡ്. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് നമ്മുടെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പൊ കറൻസികളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസൈനും കാര്യങ്ങളും എല്ലാം തന്നെ തീരുമാനിക്കുന്നത് ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, അപ്പൊ ഈ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ, നോട്ടുകൾ ഇപ്പൊ പലപ്പോഴും അതിലത്തെ ഡിസൈനുകൾ മാറ്റുക, കളർ മാറ്റുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് RBIയുടെ സെൻട്രൽ ബോർഡ് അംഗീകരിച്ചിട്ടുണ്ടാവണം. ഓക്കെ, RBIയുടെ സെൻട്രൽ ബോർഡ് എന്ത് ചെയ്യണം? അംഗീകരിച്ചിട്ടുണ്ടാവണം. എന്നിട്ട് അവരെന്ത് ചെയ്യും? ഈ സെൻട്രൽ ബോർഡ് അംഗീകരിച്ച ശേഷം ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിന് സമർപ്പിക്കും. അതനുസരിച്ചിട്ടാണ് ചെയ്യാം. ഓക്കെ, അപ്പോ ചേഞ്ച് ഇൻ കോയിൻസ് ആരാണ് അംഗീകരിക്കേണ്ടത്? RBIയുടെ സെൻട്രൽ ബോർഡാണ്. ഓക്കെ, അപ്പൊ ഇതിനുള്ള റൈറ്റ് ലഭിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് സെക്ഷൻ 22 ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 ആണ് RBIക്ക് ഈ റൈറ്റ് കൊടുക്കുന്നത്. സോൾ റൈറ്റ് ടു ഇഷ്യൂ ബാങ്ക് നോട്ട്സ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സോൾ റൈറ്റ് ടു ഇഷ്യൂ, എല്ലാവിധ റൈറ്റും, ബാങ്ക് നോട്ടുകളുടെ എല്ലാവിധ റൈറ്റും RBIക്ക് കൊടുക്കുന്നത് RBI ആക്ട് 1934 സെക്ഷൻ 22 പ്രകാരമാണ് കേട്ടോ. ഇത് നമുക്കൊരു കറണ്ട് അഫയർ ക്വസ്റ്റൻ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. കാരണം റീസെന്റ് കുറച്ച് വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താണ്? കറൻസി നോട്ടുകളിൽ സരസ്വതിയുടെ ചിത്രം വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ചില റിലീജിയസ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് RBI നിരാകരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ഒരു കറണ്ട് അഫയർ റിലേറ്റഡ് ആയിട്ട് ഈ RBI ആക്ടിനെ പറ്റി ചോദിക്കാനൊക്കെ സാധ്യതയുണ്ട്. അല്ലെങ്കിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ഒക്കെ PSC പരീക്ഷകളിൽ കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ സെക്ഷൻ 22 പോലെ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു സെക്ഷൻ ആണ് RBI ആക്ടിലെ സെക്ഷൻ 25 എന്ന് പറയുന്നത്. അതിൽ എന്താണ്? ദ ഡിസൈൻ, ഫോം ആൻഡ് മെറ്റീരിയൽ ഓഫ് ബാങ്ക് നോട്ട് ഷാൽ ബി such may be approved by the central government after the consideration recommendations made by RBI central board. അതായത് RBI central board ഈ ഒരു ഡിസൈനിന്റെയും ഫോമിന്റെ എല്ലാം കാര്യത്തില് റെക്കമെൻഡേഷൻസ് എവിടെ നിന്നാണ് അപ്രൂവൽ വാങ്ങിക്കേണ്ടത്? കേന്ദ്ര ഗവൺമെന്റിന്റെ, സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്നാണ് അപ്രൂവൽ വാങ്ങേണ്ടത്. ഓക്കെ, അപ്പൊ സെക്ഷൻ 25 സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻവോൾവ്മെന്റ് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. കാരണം എന്താണ്? ഗവൺമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ഒരിക്കലും RBIക്ക് ഒരു ഡിസൈൻ ഫിക്സ് ചെയ്യാനായിട്ട് സാധിക്കില്ല കേട്ടോ. ഇനി RBIയുടെ കറൻസി മാനേജ്മെന്റ് ആരാണ് ഹെഡ് ചെയ്യുന്നത്? RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ ആണ് RBIയുടെ കറൻസി മാനേജ്മെന്റ് ഹെഡ് ചെയ്യുന്ന ആൾ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ RBIയുടെ കാര്യത്തിൽ നമുക്ക് നോക്കാം. ഈ ഒരു PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാട്ടോ. സോ ഇത് കഴിഞ്ഞിട്ട്, ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന്റെയും പിന്നെ RBIയുടെ ഒക്കെ തീരുമാനം അനുസരിച്ച് ഡിസൈൻ ഒക്കെ തീരുമാനിക്കും. ഇനി വേറൊരു ആക്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്
കോയിനേജ് ആക്ട് 2011 ആണ്. കോയിനേജ് ആക്ട് 2011. അതായത് ഈ കോയിൻസ് ഉണ്ടാക്കുന്ന മിന്റുകൾ ഉണ്ടല്ലോ, കോയിനേജ് മിന്റുകൾ, ഇതില് സെൻട്രൽ ഗവൺമെന്റിനുള്ള പവറിനെ പറ്റി പറയുന്നതാണ് കോയിനേജ് ആക്ട് 2011. ഓക്കെ, അപ്പൊ 2011 കോയിനേജ് ആക്ട് സെൻട്രൽ ഗവൺമെന്റിനാണ് ഈ കോയിൻസ് മിന്റ് ചെയ്യാനുള്ള പവർ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ സെൻട്രൽ ഗവൺമെന്റിന് എങ്ങനെയാണ് കോയിനുകൾ, നാണയങ്ങൾ ഡിസൈൻ ചെയ്യാനുള്ള പവർ കിട്ടുന്നത്? അത് കോയിനേജ് ആക്ട് 2011 പ്രകാരമാണ് കേട്ടോ. അപ്പം ഈ RBIക്ക് കോയിൻസിന്റെ കാര്യത്തിൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്നുള്ളൂ, ഡിസ്ട്രിബ്യൂഷനും സപ്ലൈയും വരുന്നുള്ളൂ. അത് ഡിസൈൻ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെന്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾക്ക് ഉള്ള മെയിൻ ആയിട്ട് നാണയങ്ങൾ ഉണ്ടാക്കുന്ന മിന്റുകൾ എവിടെയൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് 4 മിന്റുകൾ ഉണ്ട്, 4 മിന്റുകളാണ് ഉള്ളത്. എവിടെയൊക്കെ? മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ. ഓക്കെ, മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, നോയിഡ. ഇനി കറൻസികൾ അച്ചടിക്കുന്നത് എവിടെയൊക്കെയാന്ന് അറിയാമോ? കറൻസികൾ അച്ചടിക്കുന്നത് എവിടെയൊക്കെയാ? കറൻസികൾ, അതായത് പ്രിന്റിംഗ് പ്രൊസസ് ഉള്ളത് നാസിക്കിൽ ഒരെണ്ണമുണ്ട്, ദേവാസിൽ ഒരെണ്ണമുണ്ട്, പിന്നെ മൈസൂരിലും സാൽബോണിയിലും ഉണ്ട്. ഇത് ഡയറക്റ്റ് ആയിട്ട് RBI ഓൺ ചെയ്യുന്നതല്ല, പക്ഷെ RBIയുടെ ഒരു സബ്സിഡറി ഉണ്ട്, ഭാരതീയ റിസർവ് ബാങ്ക് നോട്ട് മുദ്രൺ എന്ന് പറഞ്ഞിട്ട്. ആ RBIയുടെ സബ്സിഡറിയുടെ ഉടമസ്ഥതയിലാണ് മൈസൂരിലും സാൽബോണിയിലും ഉള്ള പ്രിന്റിംഗ് പ്രസ്സുകൾ എന്ന് പറയുന്നത്, കറൻസി പ്രിന്റിംഗ് പ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ RBIക്ക് വേറെ ഒരു അധികാരം കൂടി ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല നോട്ടുകളും ബാങ്കുകൾ വഴി RBIയിലേക്ക് തിരിച്ചെത്തും. ഓക്കെ, അതിൽ ചിലതൊക്കെ വല്ലാണ്ട് മ്യൂട്ടിലേറ്റ് എന്ന് വെച്ചാൽ, മ്യൂട്ടിലേറ്റ് ചെയ്യുന്നത് എന്താണ്, നോട്ടുകൾ നശിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെയൊക്കെ പൊടിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെയുള്ളതൊക്കെ RBI ആണ് ഡിസ്ട്രോയ് ചെയ്യാം. ഓക്കെ, പിന്നെ വലിയ കുഴപ്പമില്ലാത്ത നോട്ടുകൾ പിന്നെയും എന്തിനാണ്, ഇങ്ങനെ സർക്കുലേഷനിലേക്ക് പിന്നെയും വിടും. ഓക്കെ, ഇനി എന്തൊക്കെ തരത്തിലുള്ള നോട്ടുകളാണ് തൽക്കാലത്തേക്ക് ഉള്ളത് എന്നൊന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെ തരത്തിലുള്ള നോട്ടുകളാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത് നോക്കാം. നമ്മൾ അശോക പില്ലർ ബാങ്ക് നോട്ട്സ് കണ്ടിട്ടുണ്ടാവില്ലേ? അശോക പില്ലർ ഉള്ള ബാങ്ക് നോട്ട്സ്, അശോക സ്തംഭമുള്ള ബാങ്ക് നോട്ട്സ്. അപ്പൊ ഫസ്റ്റ് ബാങ്ക് നോട്ട്, ഇൻഡിപെൻഡന്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള ബാങ്ക് നോട്ട് എന്ന് പറയുന്നത് 1 രൂപയുടെ ബാങ്ക് നോട്ടാണ്. 1949 1949 ഓക്കെ, പിന്നീട് അപ്പൊ ആ സമയത്ത് ബിഫോർ ഇൻഡിപെൻഡൻസ് കിങ് ജോർജിന്റെ പടമുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ലയൺ ക്യാപിറ്റലും അശോക പില്ലറൊക്കെ വെച്ചിട്ടുള്ള സംഭവമൊക്കെ വന്നത് പിന്നീടാണ്. ഓക്കെ, പിന്നെ ബാങ്ക് നോട്ട്സിന്റെ ബാക്കിയുള്ള മഹാത്മാഗാന്ധി സീരീസ് വരുന്നത് 1996 ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി ഈ ഏരിയയിലുള്ള ഒരു UPSC ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് 2021 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് നോക്കട്ടോ. സ്റ്റേറ്റ്മെന്റ്സ് കാണിച്ചു തരാം. ഇതിൽ ആൻസർ ഏതാണെന്ന് പറയണ്ടേ. ഒന്നാമത്തെ, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് കാണുന്നില്ലേ? ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഇതെന്താ പിള്ളേർ ഇത്ര കുറവ്? സ്ഥിരം വരുന്ന ആരും കാണുന്നില്ലല്ലോ. നോക്കാം. അതായത് സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെന്റ് കാണുന്നില്ലേ? ഓക്കെ. The governor of Reserve Bank of India is appointed by the central government. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ എന്ന് ആലോചിച്ച് നോക്കേ. ഇനി certain provisions in Constitution of India give the central government the right to issue directions to RBI in public interest. ഇത് ശരിയാണോ തെറ്റാണോ? അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കേ. The governor of RBI draws his power from RBI Act. ഇത് 3 സ്റ്റേറ്റ്മെന്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണിച്ചു തരാം. ഇതിൽ ഏതാണ് ശരി എന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് കാണുന്നില്ലേ? ഒന്ന് നോക്കി. ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് പഠിച്ചാൽ തന്നെ നമ്മളുടെ പഠിത്തം ശരിയാവുള്ളൂ. എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ക്വസ്റ്റ്യൻ ഓപ്ഷൻസും കാണുന്നില്ലേ? ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. യെസ്, ആൽബിൻ പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, സന്ദീപ് പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്, സമ്മതിച്ചു. അപ്പോ നിങ്ങൾ C ആണ് പറയണത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് നേരത്തെ നിങ്ങൾ ആൻസർ കണ്ടോ എന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്, അതുകൊണ്ട് ചോദിക്കുകയാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലല്ല പറഞ്ഞേക്കുന്നത്.
എക്സാക്ട്ലി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ അല്ല പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, സെൻട്രൽ ഗവൺമെന്റിന് RBIക്ക് അല്ല ഡയറക്ഷൻസ് കൊടുക്കുക. RBI സെൻട്രൽ ഗവൺമെന്റിനാണ് പലപ്പോഴും ഡയറക്ഷൻസ് കൊടുക്കുക. പക്ഷെ തിരിച്ച് സംഭവിക്കാറുണ്ട്, പൊളിറ്റിക്കൽ ഇടപെടലുകളൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ പൊതുവില് ഗവൺമെന്റിനെ ഉപദേശിക്കുന്ന ഒരു റോളാണ് നമ്മുടെ RBI എടുക്കാറുണ്ട്. ഓക്കെ. അപ്പൊ സെക്ഷൻ മൈക്ക് ഇനി മ്യൂട്ട് ചെയ്യാമോ? കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, ഞാൻ മ്യൂട്ട് ചെയ്യാം. ഓക്കെ. അപ്പോ RBIക്ക് സെക്ഷൻ 7 RBI ആക്ടിന്റെ സെക്ഷൻ 7 അനുസരിച്ചിട്ട് RBIക്ക് എന്ത് ചെയ്യാം? സെൻട്രൽ ഗവൺമെന്റിന് ടൈം ടു ടൈമില് എന്ത് ചെയ്യാം? ഉപദേശങ്ങൾ കൊടുക്കാം. ഓക്കെ. നമുക്കിപ്പോ RBI ആണല്ലോ മോണിറ്ററി പോളിസി ഒക്കെ പുറത്തെടുക്കുന്നത്, അതായത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് RBIക്ക് പല രൂപത്തിൽ നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിനെ ഉപദേശിക്കാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നാലാമത്തെ ക്വസ്റ്റ്യൻ, മേഘങ്ങൾ കൂടുതലായും കാണപ്പെടുന്ന അന്തരീക്ഷ പാളി ഏത്? ഏതാണ് മേഘങ്ങൾ കൂടുതലായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ ആണ് കേട്ടോ. നിങ്ങൾക്ക് പെട്ടെന്ന് ജസ്റ്റ് ഇത് മാത്രം ടൈപ്പ് ചെയ്താൽ മതി, ഓപ്ഷൻ മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാണ്ട് പോകരുത് എക്സാമിന്. വേഷപ്രജ്ഞനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ചത് ആരെയാണ്? ആരെയാണ് ബ്രിട്ടീഷുകാർ അങ്ങനെ വിശേഷിപ്പിച്ചത് വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന്? ഗോപാലകൃഷ്ണ ഗോഖലേനെയാണ് വിശേഷിപ്പിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയത്, ഞാൻ ഈ ഇസ്രായേലിനെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഏതാണ്ട് ഒരു 80% ഉറപ്പിക്കാം കേട്ടോ വരുന്ന എക്സാമുകൾ. കാരണം ഇത്രയും വലിയൊരു സംഭവമാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ഒരു 80% എന്തായാലും വരും. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇസ്രായേൽ പിന്നെ അതുപോലെ പാലസ്തീൻ പ്രശ്നങ്ങൾ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ട് തന്നെ പോകണം. ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം ഞാൻ. ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടി ഇന്ത്യ നടത്തിയ ദൗത്യം ഏതാണ്? യെസ്, രാജി പറഞ്ഞത് കറക്റ്റ് ആണ്. ഓപ്പറേഷൻ അജയ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ സംഭവം എന്തായിരുന്നു? ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞ സംഭവം അതെന്തായിരുന്നു? വേഗം പറ, ഇന്ന് ഇത് തീർത്തിട്ട് എനിക്ക് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ബാക്കി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അത് തന്നെ, ഗോവ ലിബറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന സംഭവമാണ് ഓപ്പറേഷൻ വിജയ് എന്ന് പറയുന്നത്. ഇനി ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ്? ഓപ്പറേഷൻ ദേവി ശക്തി ഇതുപോലെ തന്നെ ഒരു സ്ഥലത്ത് നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. ഏതാണ് ഓപ്പറേഷൻ ദേവി ശക്തി? അറിയില്ല, എടുത്ത് നോക്ക്. ഓപ്പറേഷൻ കാവേരി എവിടെ നിന്നുള്ളതായിരുന്നു? ഓപ്പറേഷൻ കാവേരി നല്ല ആൾക്കാരാട്ടോ, കറണ്ട് അഫയർ ഒന്നും നോക്കുന്നേ ഇല്ല. ഞാൻ പറഞ്ഞുതരാം. അതായത് ഓപ്പറേഷൻ കാവേരി എന്ന് പറഞ്ഞാൽ 2023 തന്നെ നടന്നിട്ടുള്ള സംഭവമാണ്. ഇത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ. അപ്പോ സുഡാനിൽ നിന്നുള്ള ഇന്ത്യക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയായിരുന്നു ഓപ്പറേഷൻ കാവേരി എന്ന് പറയുന്നത്. കേട്ടോ. അതിന്റെ ബാക്കി ന്യൂസ് ഒക്കെ വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. പിന്നെ ഇത് ഈ കാവേരി എന്നുള്ള ഒരു പേരിടാൻ കാവേരി മാത എന്ന് പറഞ്ഞിട്ടൊരു ദേവി എന്തോ ഉണ്ട്, അതിന്റെ അർത്ഥത്തിലാണ് ആ പേരിട്ടതെന്നൊക്കെയാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഓപ്പറേഷൻ ഗംഗ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടായിരുന്നു. ഇത് അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് നിന്ന് സിറ്റിസൺസിനെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള, അതായത് കഴിഞ്ഞ കൊല്ലം ഇപ്പോ ഇസ്രായേൽ പാലസ്തീൻ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇവന്റ് എന്ന് പറഞ്ഞാൽ 2022 എന്തായിരുന്നു? ഉക്രൈൻ റഷ്യ പ്രശ്നമായിരുന്നു അല്ലെ? അപ്പൊ ആ സമയത്ത് അവിടെ ഉൾപ്പെട്ടിട്ടുള്ള ഇന്ത്യക്കാരെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള പരിപാടിയായിരുന്നു ഓപ്പറേഷൻ ഗംഗ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ വേറൊരു ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനിൽ നമ്മുടെ താലിബാൻ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തല്ലോ, അപ്പൊ അതിനുശേഷം നടത്തിയിട്ടുള്ള പരിപാടിയാണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറയുന്നത്. പിന്നെ ഓപ്പറേഷൻ വന്ദേ ഭാരത് ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ എല്ലാരും പറഞ്ഞ ട്രെയിനിന്റെ പേര് മാത്രമായിട്ട് വെക്കരുത്. നമ്മൾ പണ്ടൊക്കെ സ്ഥിരം പഠിച്ചുകൊണ്ട് പോയിരുന്നത്, ആ കോവിഡ് ടൈമിലൊക്കെ കഴിഞ്ഞ LD ഒക്കെ പഠിച്ചു പോയിരുന്ന സാധനമാണ്. എന്താണ് ഓപ്പറേഷൻ വന്ദേ ഭാരത്? കോവിഡിന്റെ സമയത്ത് പല സ്ഥലത്തായിട്ട് കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നു ഓപ്പറേഷൻ വന്ദേ ഭാരത് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും സംഭവങ്ങൾ എന്തായാലും കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. പിന്നെ ദേ ഇവിടെ ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നമ്മുടെ നേവി ഉണ്ടല്ലോ, നേവി പാൻഡമിക്കിന്റെ സമയത്ത് ഈ കോവിഡിന്റെ സമയത്ത് പല സ്ഥലത്തു നിന്ന് ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള സംഭവമായിരുന്നു ഓപ്പറേഷൻ സമുദ്ര സേതു എന്ന് പറയുന്നത് കേട്ടോ.
ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസിലേക്ക് തിരിച്ചു പോവാം. ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ എന്നീ 3 പത്മ ബഹുമതികളും നേടിയിട്ടുള്ള കായിക രംഗത്തു നിന്നുള്ള ആദ്യ വ്യക്തി ആരാ? ആരാണ് കായിക രംഗത്തു നിന്നുള്ള ആദ്യ വ്യക്തി? ഇത് 3 കിട്ടിയ ഒരാള് ആരാണ്? അയ്യോ എന്റെ പേപ്പർ പോയി. ആരാണ്? വിശ്വനാഥാനന്ദാണ് കേട്ടോ. വിശ്വനാഥാനന്ദാണേ. ഇനി കാഴ്ചാവർണ്ണകങ്ങളിലെ ഘടകമായിട്ടുള്ള റെറ്റിനാലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാ? റെറ്റിനാലിന്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാവുന്ന രോഗം ഏതാണ്? എയോ? വർണ്ണാന്ധതയാണോ? നിശാന്തതയാണ് കേട്ടോ. ഈ റെറ്റിനാൽ എന്ത് വെച്ചിട്ട് ഉണ്ടാക്കുന്നേ? റെറ്റിനാൽ വൈറ്റമിൻ എ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോ ഈ റെറ്റിനാലിന്റെ അളവ് കുറയുന്നത് വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് നിശാന്തതയാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. ഇനി കല, സാഹിത്യം, സാംസ്കാരികം തുടങ്ങിയ മേഖലകളിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള 2023 നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? നിയമസഭാ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? യെസ്, MT വാസുദേവൻ നായരാണ്. സ്ഥാനം ഒഴിഞ്ഞ ശേഷം രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇത് നിങ്ങൾക്ക് കിട്ടണം കേട്ടോ. ഇതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് പോണ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ആരാണ്? സ്ഥാനം ഒഴിഞ്ഞ ശേഷം പിന്നീട് ഈ ഒരു രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്ത ആരാണ്? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. ഇദ്ദേഹം മത്സരിച്ചത് APJ അബ്ദുൽ കലാമിനെതിരെയായിരുന്നു. ക്ലൂ പറഞ്ഞപ്പോ കൂടുതൽ കൺഫ്യൂഷൻ ആയോ? TN ശേഷനാണ് കേട്ടോ. TN ശേഷനാണ്. മലയാളിയാണ് ഇദ്ദേഹം. ഓക്കെ. ഇനി പുരാതന സിൽക്ക് പാത കടന്നു പോകുന്ന ചുരം ഏതാണ്? ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. നാദുല ചുരമാണ്. ഞാൻ ചോദിക്കുന്നില്ല, നിങ്ങൾക്ക് അറിയാന്നുള്ള ഒരു കൺസെപ്റ്റിൽ അങ്ങ് പോവാണ്. ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാന? കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? ഇന്ത്യയിലെ കടുവ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏതാ? ചടപടേന്ന് ആൻസർ പറയണേ. MP ആണ്. ഓക്കെ. ഇനി ഇന്ത്യയിൽ 1830കളിൽ സ്ഥാപിതമായിട്ടുള്ള ഇരുമ്പുരുക്കുശാല ഏതാ? പോയി. ഏത് ഇരുമ്പുരുക്കുശാലയാണ് സ്ഥാപിതമായത് 1830കളിൽ? പറ. പോർട്ടനോവയാണ് കേട്ടോ. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. മധ്യപ്രദേശിലെ പാണ്ഡവ് വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? കെൻ നദിയിലാണ് കേട്ടോ. അത് നമ്മൾ അധികം പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓക്കെ. ഇനി ഇത് അറിയുന്നുണ്ടാവണം. 16ാമത്തെ ക്വസ്റ്റ്യൻ. ആറ്റോമിക് എനർജി കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരാ? രണ്ടാമത്തെ ചെയർമാൻ ആരാ? ഒന്നാമത്തെ ചെയർമാൻ ആരാന്ന് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. രണ്ടാമത്തെ ചെയർമാൻ ആരാ? അല്ല, വിക്രം സാരാഭായി ആണ് കേട്ടോ. ബസാൾട്ട് ശിലകളിലുള്ള ലോകത്തിലെ ഏക ഉപ്പുജല തടാകം ഏതാണ്? അതിന് ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ. ലോണാറാണ് കേട്ടോ. ലോണാറാണേ. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതൽ കാണുന്ന മണ്ണിനം ഏതാണ്? ഇരുമ്പിന്റെ അംശം കൂടുതലാവുമ്പോ എന്ത് കളറാവുമെന്ന് മനസ്സിലാവുന്നവർക്ക് ആൻസർ ഓപ്ഷൻ നോക്കി പറയാൻ പറ്റും. ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ളത്, ഇരുമ്പിന്റെ അംശം കൂടുമ്പോ നമ്മളുടെ ചൊവ്വേനെ തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ പറയും. എന്താ കാരണം? ചുവന്ന ഗ്രഹം, തുരുമ്പിച്ച ഗ്രഹം എന്നൊക്കെ പറയാം. കാരണം ചൊവ്വയുടെ ഇതില് അത് തന്നെ A ആണ് ആൻസർ. ചെമ്മണ്ണാണ്. ചൊവ്വയുടെ ഉപരിതലത്തില് ഒരുപാട് അയൺ ഓക്സൈഡ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒരുപാട് അയൺ ഓക്സൈഡ് ഒക്കെ വരുമ്പോ അതിനെ ഒരു തുരുമ്പിച്ച, അയൺ ഓക്സൈഡിന്റെ കളർ നിങ്ങൾക്ക് അറിയാലോ, തുരുമ്പിന്റെ കളർ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ചെമ്മണ്ണിന് ചുവപ്പ് കളർ വരാൻ കാരണവും ഈ അയൺ ഓക്സൈഡ്, ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഓക്കെ. ഇനി 19ാമത്തെ. കരികാലൻ 1ാം ശതകത്തിൽ പണി കഴിപ്പിച്ച കല്ലണയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണക്കെട്ട്. ഏത് നദിയിലാണിത്?
ഏത് നദിയിലാ? കാവേരിയിലാണ് കേട്ടോ. ഇനി നമ്മ മെട്രോ എന്ന് പേരുള്ള മെട്രോ ഏത് നഗരത്തിലാണ്? ഏത് നഗരത്തിലാണ് നമ്മ മെട്രോ എന്ന് പേരുള്ളത്? ചെന്നൈയിലല്ല, ബാംഗ്ലൂരാണ് കേട്ടോ. ബാംഗ്ലൂരാണ്. ഇത് പറയണം. ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്? ജനഗണമന ആദ്യമായി ആലപിച്ചത് ഏത് വർഷത്തെ കോൺഗ്രസ് സമ്മേളനത്തിലാണ്? ഏത് വർഷത്തെ രാജി? എയാണോ ബി ആണോ? കൃപ ആൻസർ അറിയോ? ആ ഓക്കെ. കൃപ പറഞ്ഞേ, ഏത് വർഷത്തെയാ? ആ എ ആണ്. ഓക്കെ 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 ഓക്കെ. ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങളെ കൂടെ പൊസിഷൻ എഴുതിപ്പിച്ചേനെ. ഇന്ത്യൻ ഭരണഘടനയില് 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയില് 3 സംരക്ഷണങ്ങൾ ഉൾക്കൊള്ളുന്ന അനുച്ഛേദം ഏതാണ്? 3 സംരക്ഷണങ്ങൾ, 3 തരത്തിലുള്ള സംരക്ഷണങ്ങൾ. കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നൊരു ക്ലൂ തരാം. ഇനി പറഞ്ഞേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ തെറ്റിച്ച് നല്ല അടി കിട്ടും കേട്ടോ. ആ സി ആണ്. ഓക്കെ. കുറ്റവാളികളുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 റൈറ്റ്സ് ആണ്. കരുതൽ തടങ്കലിനെതിരെയൊക്കെ ഉള്ള കാര്യങ്ങൾ. ഓക്കെ. കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? കേന്ദ്ര ഫിനാൻസ് കമ്മീഷൻ ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? യെസ്, രാഷ്ട്രപതിക്കാണ്. വന്ദേ മാതരം പ്രസിദ്ധീകരിച്ച വർഷം ഏതാ? വന്ദേ ഭാരതം പ്രസിദ്ധീകരിച്ച വർഷം? എന്ന് നമ്മളെ നിജി വന്നിട്ടില്ല, സ്നേഹ വന്നിട്ടില്ല, പലരും വന്നിട്ടില്ല. വന്ദേ മാതരം പ്രസിദ്ധീകരിച്ച വർഷം ഏതാണ്? 1882 കേട്ടോ. 1882. ഓക്കെ. 2019 ഭേദഗതി പ്രകാരം മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധി എത്ര വർഷമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര വർഷമാണ്? ഓപ്ഷൻ കാണേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ആക്ച്വലി. കാരണം ഇതൊക്കെ കുറേ കാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മൂന്ന് വർഷമാണ് കേട്ടോ. എന്ത് പറ്റി പിള്ളേർക്ക്? അല്ലെങ്കിൽ എല്ലാവരും ഉത്തരം പറയുന്നതാണല്ലോ. ഇതാ ഇത് നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നമുക്ക് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളതാണ്. ഇതില് നമ്മൾ പഠിക്കാതെ പോകുന്ന ഒരു ഭാഗമാണ് ഈ എന്താ പറയാ, നമ്മൾ എണ്ണം പഠിക്കും, എത്ര പേരുണ്ടായി, എങ്ങനെ, എവിടെ നിന്നൊക്കെ ആരൊക്കെ എന്നുള്ളത്. പക്ഷെ ഈ ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകൾ എന്ന് ഭരണഘടന, ഇന്ത്യയുടെ വിഭജനത്തിന് ശേഷം എത്ര പേരുണ്ടായിരുന്നു എന്ന് നമ്മൾ പൊതുവെ കാണാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. 3 പേരാണ് ഉണ്ടായിരുന്നത്. കാരണം ചീഫ് കമ്മീഷണേഴ്സ് പ്രവിശ്യകൾ ഏതൊക്കെയായിരുന്നു? ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ ഉണ്ട്, ഡൽഹി ഉണ്ട്, അജ്മീർ മേവാർ ഉണ്ട്, കൂർഗ് ഉണ്ട്, പിന്നെ ആൻഡമാൻ ആൻഡ് നിക്കോബാർസ് ഉണ്ട്. അതില് ഈ ബലൂചിസ്ഥാൻ ഉണ്ടല്ലോ, ബലൂചിസ്ഥാൻ നമ്മളുടെ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിലായിട്ട് മാറുകയാണ്. ഓക്കെ. അപ്പൊ അവിടെ നിന്നുള്ള ആൾ ഉണ്ടാവില്ലല്ലോ. ഓക്കെ. അപ്പൊ വിഭജനത്തിന് ശേഷം പിന്നീട് ഉണ്ടായിരുന്നത് 3 പേരാണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയേ, 27ാമത്തെ. കൂട്ടുത്തരവാദിത്തത്തിന്റെ തത്വങ്ങൾ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ്? കൂട്ടുത്തരവാദിത്തത്തിന്റെ തത്വങ്ങള്? യെസ്, ബ്രിട്ടൻ ആണ്. ഓക്കെ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നേ. അതുകൊണ്ട് നിങ്ങൾ അത് നോട്ട് ചെയ്യണം കേട്ടോ. അതായത് USSR കൂടാതെ മൗലിക ചുമതലകളുടെ കാര്യത്തിൽ ഇന്ത്യയെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു രാജ്യമാണ് ജപ്പാൻ എന്ന് പറയുന്നത് കേട്ടോ. ജപ്പാനാണ് USSR കൂടാതെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള മറ്റൊരു രാജ്യം. രാഷ്ട്രപതിക്ക് സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആരാണ്? സോറി.
ഇതിന് ഓപ്ഷന്റെ ആവശ്യമൊന്നും ഇല്ല, നിങ്ങൾക്ക് അറിയേണ്ടതാണ്. പറ, രാഷ്ട്രപതിക്ക് ആരാ സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത്? ഇപ്പൊ ഓപ്ഷൻ കാണാലോ. ആ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇത് നോക്കിയേ, രാഷ്ട്രപതി സ്ഥാനം ഒഴിവ് വന്ന ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? 6 മാസം വഹിക്കാനായിട്ട് സാധിക്കും. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മലയാളി മെമ്മോറിയലിന് നിയമോപദേശം നൽകിയ ഇംഗ്ലീഷുകാരൻ ആരാ? നല്ലൊരു ക്വസ്റ്റ്യനാ. പറഞ്ഞ കൃപ, പറഞ്ഞേ, എന്താ ഉത്തരം പറയാത്തെ? ആ, നോർട്ടൺ ആണ്, നോർട്ടൺ ആണ്, നോർട്ടൺ ആണ് കേട്ടോ, എഡ്ലി നോർട്ടൺ ആണ്. ഇതും നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതില് ഇത് ഖാദി ബോർഡിന്റെ LD എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടാണ് ഞാൻ എടുത്തത്. നോക്കുമ്പോൾ അതൊരു LGS ലെവലിലാണ് കിടക്കുന്നത്. കാരണം ഇംഗ്ലീഷ് ഇല്ല. ഇനിയിപ്പോ ഖാദി ബോർഡിന്റെ സിലബസ് ഞാൻ കണ്ടിട്ടില്ല, അതിലിപ്പോ ഇംഗ്ലീഷ് ഇല്ലാത്തതാണോ എന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ടൈപ്സ് ക്വസ്റ്റ്യൻസും ഈ പേപ്പറിൽ ഇല്ല കേട്ടോ. അപ്പൊ അടുത്ത എക്സാമുകളിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റ് ഉള്ളത് എടുക്കാതെ. സ്കൂൾ ഹെഡ്മിസ്ട്രസ് സ്ഥാനം രാജിവെച്ച് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ തിരുവിതാംകൂറിലെ നേതാവ് ആരാ? വനിതാ നേതാവ് അക്കാമ ചെറിയാനാണ് കേട്ടോ. അക്കാമ ചെറിയാനെ PSCക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. സോ പുള്ളിക്കാരിയായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പഠിച്ചിട്ട് വേണം പോകാനായിട്ട്. 1947 ഐക്യ കേരള സമ്മേളനത്തിൽ എത്രയും പെട്ടെന്ന് ഐക്യ കേരളം രൂപീകരിക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചതാരാ? മൊയ്ദ് മൗലവി തന്നെയാണ് കേട്ടോ. മൊയ്ദ് മൗലവിയാണ് 1947. ഈ ഐക്യ കേരള സമ്മേളനങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട്, വളരെ ഡീറ്റെയിൽ ആയിട്ട്, യാതൊരു ഡൗട്ടും ഇല്ലാതെ പഠിക്കണം കേട്ടോ. കേരളത്തിലെ ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആര്? ആരാണ്? രാജി, കൃപ, പറ. ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ പിതാവ് ആരാ? വക്കം മൗലവിയാണ്, വക്കം മൗലവിയാണ്. ഈ മക്തി തങ്ങളുടെയും മമ്പുറം തങ്ങളുടെയും പരസ്പരം മാറരുത് കേട്ടോ, രണ്ടും രണ്ടാൾക്കാരാണ്. ഈ ക്വസ്റ്റ്യൻ, അയ്യോ, ആ 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. ലോകമാന്യൻ എന്ന പത്രത്തിലെ സോറി ലോകമാന്യൻ എന്ന പത്രത്തിലെ ലേഖനങ്ങളിൽ അധികൃത രാജ്യദ്രോഹം ആരോപിച്ച് തടവിലാക്കപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? കുറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. ഈ ക്വസ്റ്റ്യൻ ഞാനും എവിടെയും കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ സോഴ്സ് അന്വേഷിച്ച് പോയപ്പോ എത്തിപ്പെട്ടത് നമ്മുടെ PSC ബുള്ളറ്റിന്റെ ഒരു ഡയമണ്ട് ജൂബിലി പതിപ്പുണ്ട്. നമ്മുടെ എന്താ പറയാ, കേരളത്തിനെ പറ്റിയിട്ടുള്ള ഒരു ഡയമണ്ട് ജൂബിലി പതിപ്പ്, അതിൽ നിന്നാണ് വന്നത് കേട്ടോ. യെസ്, വജ്ര ജൂബിലി പതിപ്പ്. അപ്പൊ അതിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ ഖാദി ബോർഡിന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നല്ലോ, കൊടുമുണ്ട കോളനി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? വീട്ടി ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ വജ്ര ജൂബിലി പതിപ്പ് അത്യാവശ്യം നന്നായിട്ട് നോക്കിയിട്ട് തന്നെ ഈ പരീക്ഷയ്ക്ക് പോകണമെന്നാണ്. ഈ തൊഴിൽ വാർത്ത അടിസ്ഥാനമായിട്ട് പറയല്ല, PSCയുടെ ഒരു ട്രെൻഡ് അനുസരിച്ചാണ് തൊഴിൽ വാർത്തയിലെ ഒരു ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലത്തെ എല്ലാ നവോത്ഥാന നായകന്മാരുടെയും കാര്യങ്ങൾ ഫുള്ള് പഠിച്ചു വെച്ചിട്ട് വേണം പോകാനായിട്ട്. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല ഏത്? ഏതായിരിക്കും അസംബ്ലി മണ്ഡലങ്ങൾ ഉള്ള ജില്ല? മലപ്പുറം ആണ് കേട്ടോ, മലപ്പുറം ആണേ. കേരളത്തിലെ തുറമുഖ വകുപ്പ് മന്ത്രി ആരാണ്? വാസവനാണ്. കാരണം എന്താണ്? ഇതെന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ അടുത്ത് ഒരുപാട് മന്ത്രിമാർ മാറിയല്ലോ, മന്ത്രിസഭ പുനഃസംഘടിപ്പിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് മാറിയിട്ട് ഗണേഷ് കുമാറിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് എവിടെയാണ് സ്ഥാപിച്ചത്? കണ്ണൂരാണ് കേട്ടോ. ആറളം വന്യജീവി സങ്കേതം ഏത് നദിയുടെ തീരത്താണ്? ചീങ്കണ്ണിപ്പുഴയുടെ തീരത്താണ്. ഇതൊക്കെ നമ്മളെല്ലാവരും ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങളാണ്. കർണാടകയിലെ ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന വടക്കൻ കേരളത്തിലെ നദി ആര്? വടക്കൻ കേരളത്തിലെ നദി ഏത്? വളപട്ടണം പുഴയാണ്. ഈ കൃപയ്ക്കും രാജിക്കും മാത്രമല്ല, ബാക്കി എല്ലാവർക്കും ഉത്തരം പറയാട്ടോ. ഇവരെല്ലാ ദിവസവും ക്ലാസ്സിൽ കയറുന്നോണ്ട് അവർ അറിയാവുന്നതുകൊണ്ട് ആ പേര് എപ്പോഴും ഞാൻ വിളിക്കുന്നേ ഉള്ളൂ. 41ാമത്തെ ക്വസ്റ്റ്യൻ, സാമ്പ്രാണിക്കൊടി ഏത് കായലിന്റെ ഭാഗമാണ്? സാമ്പ്രാണിക്കൊടി
സോറി മാർക്ക് ചെയ്തിട്ടുണ്ട്, അഷ്ടമുടിക്കായലിന്റെ ഭാഗമാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് തിരുവിതാംകൂർ സർക്കാർ 1855 ഏത് വിദേശിയെയാണ് സ്കൂൾ സൂപ്രണ്ടായിട്ട് നിയോഗിച്ചത് എന്നാണ് ചോദ്യം. ഉത്തരം ചാൾസ് മീഡ് ആണ് കേട്ടോ. ഞാനും ഈ ചോദ്യം ആദ്യമായിട്ട് കാണുന്നതാണ്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രംഗത്തിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് 1855 ഏത് വിദേശിയെയാണ് സ്കൂൾ സൂപ്രണ്ടായിട്ട് തീരുമാനിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാൾസ് മീഡിനെയാണ് കേട്ടോ. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അധ്യക്ഷനാരാ? ബി ആണ്, പ്രധാനമന്ത്രിയാണ്. ഇനി ഡച്ചുകാര് കേരളത്തില് പരാജയപ്പെട്ട ആദ്യ യുദ്ധം ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. ഓക്കെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശം ഉള്ളത് എവിടെയാ? മലനാട്ടിലാണ് കേട്ടോ. മലനാട്ടിലാണ്. അതുപോലെ തന്നെ ഏറ്റവും താപനില കുറവുള്ള സ്ഥലവും മലനാട് തന്നെയാണ്. ഓക്കെ. ഇനി 6 മിനിറ്റും കൂടി നമ്മുടെ മീറ്റിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞ മീറ്റിംഗ് എന്താവും നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ. വൈക്കം സത്യാഗ്രഹ കാലത്ത് സവർണ ജാഥ നയിച്ചെത്തിയവരിൽ ചങ്ങനാശ്ശേരി പരമേശ്വര പിള്ളയുടെ നേതൃത്വത്തിൽ 1924 നവംബർ 13 ആർക്കാണ് ഭീമ ഹർജി സമർപ്പിച്ചത്? ആ സമയത്ത് ആരായിരുന്നു നമ്മുടെ തിരുവിതാംകൂർ ഭരണാധികാരി? സേതു ലക്ഷ്മിബായി ആണല്ലേ. അപ്പൊ അത് സേതു ലക്ഷ്മിബായിക്കാണ് സമർപ്പിച്ചത്. ഓക്കെ. ഷാജഹാന്റെ മരണം, സാന്താൾ പെൺകുട്ടി, ഈ ചിത്രങ്ങൾ വരച്ചതാര്? അഭിനേന്ദ്രനാഥ ടാഗോർ ആണ്. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ആർമി HSRA 1929 ഏത് വൈസ്രോയെയാണ് ട്രെയിനിൽ ബോംബ് വെച്ച് വധിക്കാൻ ശ്രമിച്ചത്? ഇർവിൻ പ്രഭുവിനെയാണ് കേട്ടോ. ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഇന്ത്യയുടെ ജോവാൻ ഓഫ് ആർക്ക് വിശേഷിപ്പിക്കുന്നത്? ഝാൻസി റാണിനെയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. ഓക്കെ. ഇത് നല്ലൊരു ക്വസ്റ്റൻ ആണേ. ആരന്തരിച്ചപ്പോഴാണ് ആ അഗ്നിപർവ്വതം എരിഞ്ഞടങ്ങി എന്ന് പ്രസ്താവിച്ച് ഇന്ദിരാഗാന്ധി അനുശോചിച്ചത്? ആരന്തരിച്ചപ്പോഴാ? VK കൃഷ്ണമേനോനാണ് കേട്ടോ. VK കൃഷ്ണമേനോനാണ്. ഇന്ത്യൻ അധ്യാപകരുടെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഏത് കമ്മീഷന്റെ റിപ്പോർട്ടാണ്? കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടാണ് കേട്ടോ. ഇനി പ്ലേറ്റോയുടെ റിപ്പബ്ലിക് തർജ്ജമ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് സാക്കിർ ഹുസൈൻ ആണ്. ഞാൻ വേഗം പറഞ്ഞു പോകണമെന്ന് ഒന്ന് വിചാരിക്കരുത്. നമ്മുടെ മീറ്റിംഗ് ഇപ്പൊ ഉണ്ടാവും. അപ്പൊ മാക്സിമം തീർക്കാൻ വേണ്ടിയിട്ടാണ്. സെപ്റ്റംബർ 2 അധികാരത്തിൽ വന്ന ഇടക്കാല മന്ത്രിസഭയിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? ആരായിരുന്നു ആ മലയാളി? ജോൺ മത്തായി ആണ്. ഓക്കെ ജോൺ മത്തായി. ഞാൻ മീറ്റിംഗ് എൻഡ് ചെയ്യാണ്. കാരണം മീറ്റിംഗ് അല്ലെങ്കിൽ അബ്രപ്റ്റ് ആയിട്ട് എൻഡ് ആയി പോകും. അപ്പൊ അത് കഴിഞ്ഞിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ സെയിം ലിങ്ക് ആണ് ഞാൻ എന്തായാലും ഗ്രൂപ്പിൽ പറയാം. അപ്പൊ നിങ്ങൾ ജോയിൻ ചെയ്യാം കേട്ടോ. എന്നിട്ട് നമുക്ക് വേഗം ക്വസ്റ്റ്യൻസ് തീർത്ത് കഴിഞ്ഞാൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷും ബാക്കി നമുക്ക് എടുക്കാൻ ബാക്കിയുള്ളത് ഇപ്പൊ തന്നെ തീർക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ മീറ്റിംഗ് എൻഡ് ചെയ്യണേ. ഓക്കെ. ഇനി മലയാളത്തിൽ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായ സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി തയ്യാറാക്കിയത് ആര്? ആരാണ് മലയാളത്തിൽ ആദ്യത്തെ പ്രശസ്ത നിഘണ്ടുവായിട്ടുള്ള സമസ്ത വിജ്ഞാന ഗ്രന്ഥാവലി തയ്യാറാക്കിയത്? R ഈശ്വരപിള്ളയാണ് കേട്ടോ. R ഈശ്വരപിള്ളയാണ്. മലയാളത്തിൽ ആദ്യത്തെ ജനപ്രിയ നോവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിരുദ്ധൻ ശങ്കു അത് ആരാണ് രചിച്ചത്? ആരാണ്? അറിയാമോ? കാരാട്ട് അച്യുതമേനോനാണ് കേട്ടോ. കാരാട്ട് അച്യുതമേനോനാണ്. ആരുടെ ജന്മദിനമാണ് കേരളത്തിൽ ജീവകാരുണ്യ ദിനമായിട്ട് ആചരിക്കുന്നത്? ആരുടെ ജന്മദിനാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. ചട്ടമ്പി സ്വാമികളുടെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ആരാണ്? ആരാണ് ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത്?
മന്നത്ത് പത്മനാഭനാണ്. മന്നത്ത് പത്മനാഭനാണ്. തിരുക്കൊച്ചിയിലത്തെ അവസാനത്തെ അല്ലേ, അവസാനത്തെ മുഖ്യമന്ത്രി ആര്? തിരുക്കൊച്ചിത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആര്? ആരാ തിരുക്കൊച്ചിത്തെ അവസാനത്തെ മുഖ്യമന്ത്രി? തിരുക്കൊച്ചിത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാ? ഇതൊക്കെ അറിയണം കേട്ടോ എല്ലാവർക്കും. തിരുക്കൊച്ചിത്തെ അവസാനത്തെ മുഖ്യമന്ത്രി ആരാണ്? പട്ടംതാണുപിള്ളി അല്ല, പനമ്പള്ളി ഗോവിന്ദമേനോനാണ്. പനമ്പള്ളി ഗോവിന്ദമേനോനാണ് കേട്ടോ. അടുത്തതിന് ഇവ സയൻസ് ആരംഭിക്കുകയാണ്. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാ? കാഴ്ചയുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം. കാഴ്ചയായിട്ട് ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം കാഴ്ച മാത്രമല്ല, കാഴ്ച, കേൾവി, അങ്ങനെ പിന്നെന്താണ്, അങ്ങനെ നമ്മുടെ സെൻസസുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ഈ ഒരു മസ്തിഷ്ക ഭാഗമായിട്ട് ബന്ധപ്പെട്ടാണ്. ഏതാണത്? സെറിബ്രാണ് കേട്ടോ, സെറിബ്രാണ്. ഇനി പോളിയോക്കെതിരെയുള്ള ആദ്യത്തെ ഫലപ്രദമായിട്ടുള്ള വാക്സിൻ കണ്ടുപിടിച്ചത് ആര്? ആരാണ് പോളിയോക്കെതിരെയുള്ള ഫലപ്രദമായിട്ടുള്ള വാക്സിൻ ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്? എപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. ജോനാസി സാൽക്ക് ആണ് കേട്ടോ. കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏതാ? കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ ഏതാ? കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ കരളിൽ ശേഖരിക്കുന്ന വിറ്റാമിൻ യെസ്, എ ആണ്. ഓക്കെ. പരോട്ടിഡ് ഗ്രന്ഥി ഏതിന്റെ അടിഭാഗത്താണ് കാണപ്പെടുന്നത്? പരോട്ടിഡ് ഗ്രന്ഥി മംസ് ഒക്കെ ഉണ്ടാവുന്നതിനെ പറ്റിയൊക്കെ പറയുമ്പോൾ പരോട്ടിഡ് ഗ്രന്ഥിനെ പറ്റി പറയില്ലേ? മംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരോട്ടിഡ് ഗ്രന്ഥിനെ എന്താണ് ബാധിക്കുന്ന അസുഖമാണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ? പരോട്ടിഡ് ഗ്രന്ഥി യെസ് യെസ്. പരോട്ടിഡ് ഗ്രന്ഥി അപ്പൊ എന്തിന്റെ അടിഭാഗത്താ കാണാം? ഈ മംസ് വരുമ്പോ എവിടെയാ അതെ, ചെവിയാണ് ഉത്തരം. കാരണം മംസ് വരെ ഇവിടെയൊക്കെ അല്ലേ, കവിളിലാണ് വരിക. അപ്പൊ ചെവിയുടെ അടിഭാഗത്താണ് കേട്ടോ. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും വലിയ പേശി ഏതാ? ഇതൊക്കെ വളരെ ബേസിക് ക്വസ്റ്റ്യൻസ് ആണ്. ഗ്ലൂട്ടിയസ് മാക്സിമസ് ആണ് കേട്ടോ. തിരുമധുരം എന്തിന്റെ ഇനാണ്? ആ പേര് തന്നെ ഉണ്ട്, SCERT ഉള്ളതുമാണ്. തിരുമധുരം എന്തിന്റെ ഇനാ? കരിമ്പിൻ ഇനമാണ്. ഓക്കെ. 67ാമത്തെ ക്വസ്റ്റ്യൻ. ഏത് രോഗം നിർണ്ണയിക്കുന്നതിനുള്ള ടെസ്റ്റ് ആണ് വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്? വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് ഏത് രോഗം നിർണ്ണയിക്കുന്നതിനുള്ളതാണ്? എയ്ഡ്സ് കേട്ടോ. ഇനി ഏത് രോഗത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാസോഫാരിഞ്ചൈറ്റിസ്? ഏത് രോഗത്തിന്റെയാ? ജലദോഷമാണത്. നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ അച്ഛനമ്മേനൊക്കെ പേടിപ്പിക്കണമെങ്കിൽ വെറുതെ ഒരു കോൾഡ് വരുമ്പോൾ പറയും എനിക്ക് നാസോഫാരിഞ്ചൈറ്റിസ് ആണ് അച്ഛാ എന്ന് പറഞ്ഞ് പേടിപ്പിച്ചാൽ മതി. 69ാമത്തെ ക്വസ്റ്റ്യൻ. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഏത്? സൈലന്റ് വാലി. ഇത് രണ്ടു പേർക്കും അറിയാം. ഓക്കെ. മലേറിയക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാ? അയ്യോ, എന്റെ ക്വസ്റ്റ്യൻ പോയി. മലേറിയക്ക് കാരണമായ സൂക്ഷ്മജീവി, അതിന് ഓപ്ഷന്റെ ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് അതിന് ഇഷ്ടംപോലെ ഒരുപാട് പഠിച്ചിട്ടുള്ളതാണ്. ഏതാണ് മലേറിയക്ക് ആവശ്യമായിട്ടുള്ള മലേറിയക്ക് കാരണമായ സൂക്ഷ്മജീവി? പ്രോട്ടോസോവ. ഓക്കെ. ഇത് ടൈപ്പ് ചെയ്ത് വരാനുള്ള സമയം എടുത്തോണ്ടാണ് കൃപ ആൻസർ പറയാഞ്ഞല്ലേ. ഓക്കെ. യുറേനിയത്തിന്റെ ശിഥിലീകരണത്തിന്റെ ഫലമായി ഉണ്ടാവുന്ന അന്തിമ മൂലകം ഏത്? ഏതാണ് അന്തിമ മൂലകം? E ആണ് കേട്ടോ, EM. ഇനി
താപനില ഉയരുമ്പോ പ്രതലബലത്തിന് എന്താ സംഭവിക്കുന്നത്? പ്രതലബലം എന്ന് പറഞ്ഞാൽ എന്താ? എ ആണ്, പ്രതലബലം കുറയും. അതായത് നമ്മൾ ഈ പ്രതലബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ദ്രാവകങ്ങളുടെ മുകൾ ഭാഗം ഒരു പാട പോലെ ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സംഭവമാണ്. അതായത് ഇപ്പൊ പ്രതലബലം ഉള്ളതുകൊണ്ടാണ് ഈ ഇൻസെക്ട്സിനൊക്കെ ഇതിന്റെ മുകളിൽ നടക്കാൻ പറ്റും. അപ്പൊ ചൂടാക്കുമ്പോൾ പ്രതലബലം കുറയും കേട്ടോ. ഫാൻ കറങ്ങുമ്പോൾ ദളത്തിന്റെ ഭാഗങ്ങൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ കാണുന്നില്ലേ? ഫുൾ ഒരു ഈ ദളങ്ങളുടെ ഇടയിൽ അകലമില്ലാത്ത പോലെ തോന്നും. ഇതിന്റെ കാരണം എന്താ? എന്താ അതിന്റെ കാരണം? ഫാൻ കറങ്ങുമ്പോ വീക്ഷണ സ്ഥിരതയാണ് കേട്ടോ. നമ്മളിങ്ങനെ അതായത് വീക്ഷണ സ്ഥിരത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇമേജ് നമ്മുടെ കണ്ണിൽ കുറച്ചു നേരം തങ്ങി നിൽക്കുന്ന പരിപാടിയാണ് അല്ലെ? അപ്പൊ ഫാൻ കറങ്ങുന്നത് വളരെ സ്പീഡിലാണ്. അപ്പൊ ആ ഇമേജ് തങ്ങി നിൽക്കുമ്പോൾ തന്നെ അടുത്ത ഇമേജ് വന്നു. അതുകൊണ്ട് മൊത്തം ഒന്നായിട്ട് ഇങ്ങനെ തോന്നും. ഓക്കെ, വീക്ഷണ സ്ഥിരതയാണ് കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. ഇന്ത്യയിലെ ഗാർഹിക സർക്യൂട്ടിൽ ഒരു ശാഖയിൽ പ്രവഹിക്കുന്നത് എത്ര ആംപിയർ ആണ്? യെസ്, പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ തന്നെ കൃപ, കറക്റ്റ് ആണ്. അത് 5 ആംപിയർ ആണ്. SCRT ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയപ്പോ എനിക്കും കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നത് ശരിയല്ലല്ലോ. ഇനി ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏത്? ആവർത്തന പട്ടികയിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മൂലകം ഏതാ? ഹൈഡ്രജൻ ആണ് കേട്ടോ. അമാവാസി, നമ്മൾ കഴിഞ്ഞ ദിവസം 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് നോക്കിയപ്പോ ഈ അമാവാസിയുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അമാവാസിയിൽ സൂര്യൻ, ചന്ദ്രൻ, ഭൂമി എന്നിവയുടെ ആപേക്ഷിക സ്ഥാനങ്ങൾ എങ്ങനെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യയാണ് കേട്ടോ. ചന്ദ്രൻ സൂര്യനും ഭൂമിക്കും മധ്യയാണ്. SCRT ക്വസ്റ്റ്യൻ ആണിത്. ഇനി ബെർലിയം, അലുമിനിയം സിലിക്കേറ്റ് എന്നിവ അടങ്ങിയിട്ടുള്ള പദാർത്ഥം ഏത്? ഏതാണ് ആ പദാർത്ഥം എന്നാണ് ചോദ്യം. ഏതാ? അല്ലെങ്കിൽ ക്ലൂ തരാം. ബെർലിയൊക്കെ അടങ്ങുമ്പോൾ ഒരു പച്ച കളർ പോലെ വരും. അപ്പൊ ഏതായിരിക്കും? തീയല്ല. ക്ലാവിന്റെ കളർ പച്ച കളർ പോലെ ആയിട്ട് കണ്ടിട്ട് പറഞ്ഞതാണല്ലേ. സോറി കുട്ടി, നിങ്ങളുടെ ക്ലൂ തന്നത് കുറച്ച് കൺഫ്യൂഷൻ ആക്കി. ആണ് കേട്ടോ, എമറാൾഡ് കേട്ടോ. എമറാൾഡ് മരതകം കേട്ടോ. ഒരു പച്ച കളർ കല്ലാണത്. ഒരു വസ്തുവിന്റെ വേഗം ഇരട്ടിയാക്കുമ്പോ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും എന്നാണ് ചോദ്യം. ഇത് എങ്ങനെയാ കണ്ടുപിടിക്കുക? എന്താവും ഗതികോർജം? ഗതികോർജത്തിന്റെ ഫോർമുല എന്താ? നിനക്ക് ഇതിന്റെ ആൻസർ അറിയോ? ഒരു വസ്തുവിന്റെ വേഗം ഇരട്ടിയാകുമ്പോ ഗതികോർജത്തിന് എന്താ സംഭവിക്കുക? ഗതികോർജത്തിന്റെ ഫോർമുല ½ mv² ആണ്. അപ്പൊ ഗതികോർജത്തിന് എന്ത് സംഭവിക്കും? ഗതികോർജത്തിന് സംഭവിക്കും 4 മടങ്ങാവും. അപ്പൊ എങ്ങനെ നമ്മൾ കണക്ക് ചെയ്ത് നോക്കണം, നമുക്ക് പെട്ടെന്ന് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. അതായത് ഗതികോർജത്തിന്റെ അവിടെ ½ mv² അല്ലേ? ½ mv² ആവുമ്പോ v എന്ന് പറയുന്നത് ഇരട്ടിയായി, 2 ആയി അല്ലെ? ½ mv² എന്ന് പറയുമ്പോ അപ്പൊ v എന്ന് പറയുന്നത് 2v ആയി. 2v² എന്ന് പറയുമ്പോ എന്തായി? 4 ആയില്ലേ? അപ്പൊ × 4, അതായത് പറഞ്ഞ് കൊളാക്കുന്നില്ല, കാണിച്ചു തരാം. ½ mv² ആണ് നമ്മുടെ ഫോർമുല. ഇതിൽ ഇവർ എന്താ പറഞ്ഞത്? v എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2v ആവുന്നാണ് പറഞ്ഞത്, ഇരട്ടി ആവുന്ന പറഞ്ഞത്. അപ്പൊ ½ × m × 2v². അപ്പൊ 2v² എന്ന് പറയുമ്പോ എന്താവും? 2 എന്ന് പറയുന്നത് എന്താവും? 4 ആവും. അപ്പൊ × 4 ചെയ്ത പോലെ ആവില്ലേ? മനസ്സിലായില്ലേ സംഭവം? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏത് ഊഷ്മാവിലാണ് തെർമോമീറ്ററിൽ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഹീറ്റ് സ്കെയിലും തുല്യമാവുന്നത്? നമുക്ക് താപം നല്ല കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ വരാനായിട്ട് നല്ല ചാൻസ് ഉണ്ട്. LDCക്ക് ആണെന്നുണ്ടെങ്കിലും ഏത് എക്സാമിനാണെങ്കിലും. -40 ആണ് ആ താപം എന്ന് പറഞ്ഞിട്ടുള്ള SCRT ചാപ്റ്റർ തന്നെ ഇതൊക്കെ കൃത്യമായിട്ടുണ്ട്. ഓക്കെ, ഇനി പ്രകാശത്തിന്റെ വേഗം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാ? പ്രകാശത്തിന്റെ വേഗം ആദ്യമായിട്ട് കണക്കാക്കിയത് ആരാ? പ്രകാശത്തിന്റെ വേഗം പ്രാഥമിക വർണ്ണങ്ങളെ പറ്റി പറഞ്ഞിട്ട് ശാസ്ത്രജ്ഞൻ തന്നെയാണ്. ആരാള്? റോമർ ആണ് കേട്ടോ, റോമർ ആണ്. ഓക്കെ, ഇനി മാത്സ് ആണ്. മാത്സ് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്കില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞു.
എനിക്ക് ആക്ച്വലി ഇന്ന് തന്നെ മറ്റേ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ബാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ ഈ ആകപ്പാടെ 4 പേരെ ക്ലാസ്സിൽ കയറിയുള്ളൂ. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കയറുന്നവരൊന്നും കയറിയില്ല. എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അപ്പൊ ആരും ഇല്ലാണ്ട് ക്ലാസ് എടുക്കാൻ ഒരു സുഖമില്ല. ഉത്തരമൊക്കെ ചോദിക്കുമ്പോ ആരെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ അല്ലെങ്കിൽ ഒരു രസമില്ല. അപ്പൊ അതുകൊണ്ട് ക്ലാസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷും പിന്നെ ഇനിയിപ്പോ ഞാൻ തീർക്കണം വിചാരിച്ചത് ബാക്കിയുള്ളത് ഒന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷ് ഉണ്ട്, പിന്നെ ലൈറ്റിന്റെ ബാക്കി എടുക്കാനുണ്ട്, പിന്നെ സിവിക്സ് തുടങ്ങിയിട്ടില്ല. ഓക്കെ, കേരളം ഭരണ സംവിധാനവും അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിന്റെ സിവിക്സും അതും ബാക്കിയുണ്ട്. ഇതൊക്കെ എനിക്ക് പെട്ടെന്ന് തന്നെ എടുത്ത് തീർക്കണം, ഈ വീക്ക് തന്നെ എടുത്ത് തീർക്കണം എന്നാണ് ആഗ്രഹം. അപ്പോ ക്ലാസ്സിൽ കയറാൻ നോക്കുക. ഓക്കെ, ഞാൻ റെക്കോർഡഡ് കൂടുതൽ ഇടാതെ എല്ലാ ദിവസവും ലൈവ് വെക്കുന്നത്, നമുക്ക് ഈ സൂമിന്റെ പ്രീമിയം ഇല്ല എന്നാലും ലൈവ് വെക്കുന്നത് എനിക്ക് കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നാലാണ് ക്ലാസ് എടുക്കാൻ ഒരു രസമുള്ളൂ. ഓക്കെ, അപ്പൊ ആരും ഇല്ലാണ്ട് ക്ലാസ് എടുക്കുമ്പോൾ ആരും ഇല്ലെങ്കിൽ പിന്നെ റെക്കോർഡ് എടുക്കേണ്ട ആവശ്യം, വെറുതെ ലാപ്ടോപ്പ് തോന്നിച്ച് റെക്കോർഡ് ചെയ്ത് ക്ലാസ് ഇട്ടാൽ പോരെ. ഓക്കെ, അപ്പൊ കുറച്ചു പേരൊക്കെ ഇപ്പൊ ക്ലാസ്സിൽ കയറാനായിട്ട് നോക്കുക. എന്നിനിപ്പോ എന്തായാലും ഞാൻ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് ബ്രിട്ടീഷും കൂടി എടുത്ത് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്, നന്നായി പഠിക്കുക കേട്ടോ. മോക്ക് ടെസ്റ്റുകളൊക്കെ നന്നായി ചെയ്തു നോക്കണേ. അപ്പൊ ശരി, കാണാം. ഓക്കെ, താങ്ക് യു രാജി, താങ്ക് യു കൃപ, താങ്ക് യു ആൽബിൻ, താങ്ക് യു എവരിവൺ.